പ്രാർത്ഥനയാണോ ധ്യാനമാണോ? പ്രാർത്ഥന നമ്മുടെ സംസ്കാരമേ അല്ല എന്നതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ദിവസവും കുറച്ചു നേരം ഇരുന്ന് ധ്യാനിക്കുമ്പോൾ മനസ്സ് അനന്തമായ ബോധശക്തിയോട് അടുക്കും തോറും അത് ബാക്കിയുള്ള ചിന്തകളിൽ നിന്നും വേർപ്പെടും. ഏതുപോലെ ചോദിച്ചാൽ തൃണജളൂകം, അല്ലെങ്കിൽ നമ്മുടെ കാലുകൾ തന്നെ. ഒരു കാല് ഒരിടത്ത് ഉറപ്പിച്ചാലേ പറയൂ മറ്റേ കാല് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. പുല്ലിൽ നടക്കുന്ന പുഴു ഒരു ഭാഗത്ത് ഉറച്ചു കഴിഞ്ഞാൽ അപ്പം അതിനെ മറുഭാഗം വേർപ്പെടുത്താൻ സാധിക്കും. ഇതുപോലെ നിങ്ങളുടെ മനസ്സ് അത് അനന്തബോധശക്തിയിലേക്ക് അടുപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മറുഭാഗത്തു നിന്നും വേർപ്പെടാൻ സാധിക്കും. മനസ്സിലാവുണ്ടോ നമുക്ക്? അതുകൊണ്ട് ഭഗവാൻ എന്തിനവതരിക്കുന്നു എന്നുള്ളതിൻ്റെ ശ്ലോകത്തിൻ്റെ അർത്ഥം നല്ല ശാസ്ത്രീയമായി നിങ്ങൾ മനസ്സിലാക്കണം. ഗീതയിലെ പ്രസിദ്ധമായ ശ്ലോകമാണ് പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എന്തിനാണ് ഭഗവാൻ അവതരിക്കുന്നത്? ഈ ശ്ലോകമുണ്ടല്ലോ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ശ്ലോകമാണ്. ഏറെക്കുറെ ഒരുവിധം ആളുകളൊക്കെ തെറ്റായി വ്യാഖ്യാനിച്ച ശ്ലോകമാണ്. എന്ന് വെച്ചിട്ട് എൻ്റെ കറക്ഷൻ അല്ല ഞാൻ പറയുന്നത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ബോധ്യപ്പെട്ടുള്ള കാര്യം നിങ്ങളോട് പറയുന്നു. പലരും ഇതിനെ പറയുക പരിത്രാണായ സാധുന എന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാരെ രക്ഷിക്കാനും ദുഷ്ടന്മാരെ അച്ചാറിടാനും വേണ്ടി ഭഗവാൻ അവതരിക്കുന്നു എന്നാണ് പലരുടെയും വിചാരം. അതുകൊണ്ടാണ് ചിലരിക്കുന്നത് ഭഗവാനെ അവതരിക്കാത്തത്, എൻ്റെ വീട്ടിൻ്റെ ചുറ്റും അപകടമാണല്ലോ. അങ്ങനെയൊന്നും ഒരു ഭഗവാൻ വരാൻ പോകുന്നില്ല. പരിത്രാണായ സാധൂനാം, ഇത് ഓർത്ത് വെക്കണേ, ഇതൊക്കെ എഴുതി വെക്കൂ നിങ്ങൾ. എന്നിട്ട് ചിന്തിക്കൂ, ഇതാണോ വ്യാഖ്യാനം? ഇങ്ങനെയും നമുക്ക് ചിന്തിച്ചൂടെ? പരിത്രാണായ സാധൂനാം എന്ന് പറഞ്ഞാൽ അർത്ഥം സാധുജനങ്ങളെ ത്രാണനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം ആരാണോ നിരന്തരമായ ധ്യാന സംസ്കാരം ഉണ്ടാക്കുന്നത്, ധ്യാനത്തിലൂടെ ആരാണോ സാധു എന്ന് പറഞ്ഞാൽ ധ്യാനം ചെയ്യുന്നവരെയാണ് സാധു എന്ന് പറയുക, അല്ലാതെ പാവപ്പെട്ടവരെയല്ല സാധു എന്ന് പറയുന്നത്. സാധന ചെയ്യുന്നവൻ, ധ്യാനം ചെയ്യുന്നവൻ സാധു. ഇപ്പം സാധു ജനങ്ങൾക്ക് എന്തുണ്ടാവും? പരിത്രാണം ചെയ്യാം. പരിത്രാണനം ചെയ്യുക എന്ന് പറഞ്ഞാൽ തൻ്റെ മനസ്സിനെ പരമാത്മാവിലേക്ക് ആകർഷിപ്പിക്കാൻ പറ്റും. സാധുജനങ്ങളെ എന്താ പറയുക, പരിത്രാണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം നിരന്തര ധ്യാനം ചെയ്യുന്നവർക്ക് പറയൂ മനസ്സ് ആരിലേക്ക് എടുക്കും? പരമാത്മ. അവർക്ക് വിനാശായ ച ദുഷ്കൃതാം, അവരുടെ ദുഷ്കൃതങ്ങളിൽ നിന്നും പുറത്തു വരാൻ സാധിക്കും. അത് വിനാശം ചെയ്യാൻ സാധിക്കും. ആർക്ക്? സാധുജനങ്ങൾ സാധന ചെയ്ത് ധ്യാനം ചെയ്ത് മനസ്സിനെ പരമാത്മാവിലേക്ക് ത്രാണനം ചെയ്യുമ്പോൾ അടുപ്പിക്കും തോറും വിനാശായ ച ദുഷ്കൃതാം. ശരിയാണോ അത്? വേറൊരു ഭാഗത്ത് അവരുടെ ദുഷ്കൃതങ്ങളെ അവർക്ക് വിനാശം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എത്ര വലിയ അസ്വസ്ഥതകൾ വന്നാലും അസ്വസ്ഥതയിൽ നിന്നും അവരുടെ മനസ്സിനെ അവർക്ക് പറയൂ പുറത്തു കൊണ്ടുവരാൻ പറ്റും. ധർമ്മ സംസ്ഥാപനം, ഇതിൻ്റെ പേരാണ് ധർമ്മം എന്നുള്ളത്. ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം, ഭഗവാൻ പറയുന്ന ധർമ്മം എന്നുള്ളതിന് അർത്ഥം ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മളെ നിലനിർത്തുന്നത്. ധരതി ഇതി ധർമ്മ, നിലനിർത്തുന്നത്. ഒരു വ്യക്തിയെ നിലനിർത്തുന്നത് എങ്ങനെയുള്ള മനസ്സ് കൊണ്ട് വേണം നിങ്ങൾക്ക് നിലനിൽക്കാൻ? ഒരു സമബുദ്ധിയുള്ള മനസ്സ് വേണോ, ഒരു ദുർബല ബുദ്ധിയുള്ള മനസ്സ് വേണോ? അപ്പം സമബുദ്ധിയുള്ളൊരു മനസ്സാണ് യഥാർത്ഥ ധർമ്മം നമുക്ക് വേണ്ടതല്ലേ? ഈ സമബുദ്ധിയുള്ള മനസ്സിനെ നേടാനായി, ധർമ്മ സ്ഥാപിക്കാനായി സംഭവാമി യുഗേ യുഗേ, ഭഗവാൻ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പല ഭാവത്തിൽ അവതരിക്കുന്നു. അങ്ങനെ നമ്മളെ ഭഗവാൻ അവതരിച്ചതാണ് ഇന്ന് നമ്മുടെ മുന്നിൽ ഭാഗവതവും ഭഗവത്ഗീതയും തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ. മനസ്സിലായില്ലേ? അപ്പം നമ്മളൊക്കെ ഇത് പറയും തോറും ഭഗവാന്റെ അവതാരം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിത് പറഞ്ഞു കൊടുക്കുമ്പം അപ്പോൾ ഭഗവാന്റെ അവതാരം സംഭവിക്കണം. യുഗേ യുഗേ ഭഗവാൻ ഇങ്ങനെ അവതരിച്ചു കൊണ്ടേയിരിക്കണം. അവതാരം എന്നുള്ളതിന് ശ്രദ്ധിക്കുവാക്കെ നമ്മൾ ഫൂളിഷ് അർത്ഥങ്ങളാണ് നമ്മുടെ ഹിന്ദുക്കൾ ജന്തുക്കൾ കൊടുക്കുന്നതാണ് കുഴപ്പം.
നമ്മൾ ജന്തുക്കളെന്ന് പറയുന്ന സംശയമൊന്നുമില്ല. അവതാരം എന്നുള്ളതിന് അർത്ഥം അവതരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരൂപത്തിൽ വരിക എന്നല്ല. അവതരിക്കുക എന്ന് പറഞ്ഞാൽ പ്രകടമാവുക. അപ്പം നമ്മുടെ മുന്നിൽ ആര് നമ്മളെ മാനസികമായി ഉയർത്തുന്നുണ്ടോ അവരൊക്കെ ഭഗവാന്റെ അവതാരങ്ങളാണ്. അപ്പം നമുക്കൊക്കെ ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്താ ഉത്തരവാദിത്വം? നമുക്ക് കിട്ടിയ ഈ അറിവിനെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം അവിടെ ആരവതരിച്ചു? ഭഗവാൻ അവതരിച്ചു. അപ്പം എന്നും ഭഗവാനെ അവതരിപ്പിച്ചു കൊണ്ടേയിരിക്കണം നമ്മൾ. സംഭവാമി യുഗേ യുഗേ. മനസ്സിലായില്ലേ? നിങ്ങളെ കൊണ്ടൊരാൾക്കൊരു ഉപകാരമുണ്ടായാൽ അവിടെ ആരവതരിച്ചു? അല്ലാതെ കൃഷ്ണൻ ഇനി ശംഖചക്ര ഗദാരൂപത്തിലും പീതാംബര രൂപത്തിലും വരില്ല. വന്നാൽ തന്നെ നിങ്ങൾ പോലീസുകാരനെ വിളിക്കും. നിങ്ങൾ രാവിലെ തന്നെ ഗുരുവായൂരിൽ 3 മണിക്ക് അമ്പലത്തിൽ പോകാൻ നേരത്ത് നിങ്ങളുടെ വാതിലിൻ്റെ മുന്നിൽ ഒരാൾ ശംഖചക്ര ഗദാപത്മല ഓടക്കൊള്ളായിട്ട് ഒരാൾ നിൽക്കുന്നു. നിങ്ങൾ പെട്ടെന്ന് വാതിൽ തുറന്ന് വാ കൃഷ്ണ വരൂ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കൂ. ഇന്നലെ പാവം കുട്ടികൾ കെട്ടിപ്പിടിച്ച പോലെ ചെയ്യോ നിങ്ങൾ? ഉടനെ നിങ്ങൾ അകത്തേക്ക് പോയി വാതിലടച്ച അയ്യോ ആരോ വേഷം കെട്ടി വന്നിരിക്കണമെന്ന് പറയും. നിങ്ങൾക്കത് ഭഗവാനാണെന്നുള്ള ഒരിക്കലും മനസ്സിൽ വരില്ല. അതുകൊണ്ട് ഭഗവാൻ ഇനി അങ്ങനെ ഒരു രൂപത്തിൽ വരാനും പോകുന്നില്ല. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ഇനി ഭഗവാൻ ഏത് രൂപത്തിലാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ വരുന്നത് പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പം ആദ്യം ഭഗവാൻ നിങ്ങളിൽ അവതരിക്കണം. നിങ്ങൾ ധർമ്മ സംസ്ഥാപനം ചെയ്തോ, സമബുദ്ധി നേടിയോ, ഭഗവാൻ നിങ്ങളിൽ അവതരിച്ചു. ഇത് മറ്റുള്ളവരെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ ഭഗവാൻ അതിലൂടെ ഇങ്ങനെ അവതരിച്ച് എന്നും ഭഗവാൻ സംഭവിക്കട്ടെ. സംഭവാമി യുഗേ യുഗേ. സംഭവിക്കുന്ന പറഞ്ഞത്, അല്ലാതെ ഭഗവാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ മനുഷ്യരൂപത്തിൽ വരുന്നത്. ഭഗവാൻ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവിക്കുക. ഭഗവാന്റെ വാക്കുകൾ മറ്റൊരാൾക്ക് ഉപയോഗപ്പെടുന്ന സമയത്ത്, പ്രയോജനപ്പെടുന്ന സമയത്ത് അവിടെ ഭഗവാൻ സംഭവിച്ചു. അപ്പം അതുകൊണ്ട് നാം നമ്മുടെ സംസ്കാരത്തെ കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. ഭഗവാൻ അവതരിച്ച ഉടനെ തന്നെ ശംഖചക്ര കഥാരൂപത്തെ എടുത്തു എന്നാണ് അല്ലേ? ഈ ശംഖചക്ര കഥാരൂപത്തെയൊക്കെ എടുത്ത ഭഗവാൻ അച്ഛനമ്മമാർക്ക് അതാണ് കാണിച്ചു കൊടുക്കുന്നത്. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യം അങ്ങനെ ശംഖചക്ര കഥാരൂപത്തിലൊരു ദൈവമുണ്ട് എന്നാണ്. നമ്മൾ ഈ ഗണപതിയുടെ രൂപം, ശിവൻ്റെ രൂപം, മഹാവിഷ്ണുവിൻ്റെ രൂപം നമുക്ക് പറ്റിയതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭഗവാൻ പറഞ്ഞതിനെ മനസ്സിലാക്കിയില്ല. ഭഗവാൻ പറയുന്നുണ്ട് ഇതൊരു ശാസ്ത്രമാണ്, ഈ ശാസ്ത്രത്തെ പഠിക്കാൻ പറ്റിയില്ല. നിങ്ങളങ്ങനെ കരുതുകയാണ് ശംഖചക്ര കഥാരൂപത്തിൽ ഒരാളുണ്ട് എന്ന്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഭഗവാൻ എങ്ങനെയാണ് മുണ്ടുകൊടുക്കുക എന്ന് പറയൂ. എന്നോടൊരു കുട്ടി ചോദിച്ച ചോദ്യമാണ്, ഈ കാളി എങ്ങനെയാണ് സ്വാമി ബ്ലൗസ് ധരിക്കുക എന്ന്. കാരണം കാളിക്ക്, ഭദ്രകാളിക്ക് എത്ര കൈകളുണ്ട്? കണ്ടിട്ടില്ല? ദുർഗയ്ക്ക് എത്ര കൈകളുണ്ട്? നിങ്ങളെന്താ ബോധമില്ലാത്തവരെ പോലെ ഇരിക്കുന്നത്? നിങ്ങൾക്കെന്താ മയക്കുമരുന്ന് അടിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ പുലിയെ പിടിക്കാൻ മയക്കുവെടി അടിച്ചു എന്ന് പറഞ്ഞ പോലെ ദുർഗയുടെ ചിത്രമൊന്നും കണ്ടിട്ടില്ല? എത്ര കൈകൾ? 8 കൈകളുണ്ട്. 8 കൈകളുള്ള ഒരാൾക്ക് ബ്ലൗസ് ഇടാൻ പറ്റുമോ? അപ്പോൾ ഈ കുട്ടിക്ക് സംശയം. എന്നോട് ചോദിച്ചാൽ എങ്ങനെയാണ്? ഞാൻ അപ്പോഴാലോചിച്ചത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ഇതെടുക്കുക 8 കൈകളുള്ളിൽ കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഭാവന വന്നത്. ഇതേപോലെ ശംഖചക്ര കഥാരൂപത്തിൽ ഭഗവാൻ, അങ്ങനെ ഒരു ഭഗവാൻ വിഷ്ണു ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ഭഗവാൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളൊന്ന് കാണാൻ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം പറയും ഇതൊന്ന് കയ്യിൽ വയ്ക്കും, ഞാനിപ്പോൾ വരാമെന്ന്. കുറേ നേരം ഇങ്ങനെ പിടിച്ച് കൈ കുഴങ്ങിയിരിക്കണമെന്ന്. എന്തിനാ ഇങ്ങനെയൊക്കെ പണിഷ്മെൻറ്റ് നമ്മുടെ ദൈവങ്ങൾക്ക് കൊടുത്തത്? ഇത് നിങ്ങൾക്ക് ചോദ്യം എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? 4 കൈയുള്ള ഒരാളുണ്ടാവുമോ? തോന്നിയിട്ടുണ്ടോ അങ്ങനെ? എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്? എന്ത് തോന്നണോ? അങ്ങനെ ഉറപ്പിച്ചിരിക്കില്ലേ അങ്ങനെ ഒരു ഭഗവാൻ എവിടെയുണ്ട്, വിളി കേൾക്കുന്നുള്ളത്. വിളിക്കാൻ പുറത്താണ് അത്രേ. ഇങ്ങനെയൊക്കെ ഉറപ്പിച്ചിരിക്കുകയാണ് ഓരോരുത്തർ. മനസ്സിലായില്ലേ? ഇതൊക്കെ ഭാഗവതത്തിൻ്റെ ദൃഷ്ടിയിലൂടെ അങ്കോപാങ്ക ആയുധ കൽപ്പയെ, ഇതൊക്കെ കൽപ്പനകളാണ് എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ കൽപ്പനകളാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് സിംബോളിഫിക്കേഷൻ എന്ന് പറയും, പ്രതീകാത്മകതയാണ്. അങ്ങനെ ഒരു ദൈവമൊന്നും എവിടെ ഉണ്ട് എന്ന് ഭാഗവതം പറഞ്ഞിട്ടില്ല.
വ്യാസഭഗവാൻ പറയുന്നത് ഈ ശ്ലോകത്തിലൂടെ നോക്കുമ്പോൾ ഇതൊക്കെ ആയുധ കൽപ്പൈ. കൽപ്പൈ എന്ന് പറഞ്ഞാൽ കൽപ്പനകൾ. കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ അർത്ഥം കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ പറയൂ. കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ അർത്ഥം അങ്ങനെ ഒരു കൽപ്പന വെച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ ഒരു സങ്കല്പമാണ്, ഒരു ഭാവനയാണ്, ഒരു പ്രതീകാത്മകതയാണ്. നോക്കൂ, ഈ ശ്ലോകം എടുത്തു നോക്കൂ നിങ്ങൾ. ഭഗവാൻ അങ്ങനെ 4 കൈകളുള്ള ഒരു ഭഗവാൻ ഉണ്ടെന്ന് ഭാഗവതം പറഞ്ഞിട്ടില്ല. ഭാഗവതത്തിൽ ഇന്ന് അങ്ങനെ പറയുന്നുണ്ട്. എന്ത്? അങ്കോപാങ്കായുധൈ കൽപ്പൈ ചതുഷ്ടയം ചതുർമൂർത്തി. ആരാണ് ഭഗവാൻ? ഹരി, ഈശ്വര. ഭഗവാനെ വിളിക്കാവുന്ന ഏറ്റവും നല്ലൊരു പേരാണ് ഹരി എന്നുള്ളത്. ഹരി എന്നതിനേക്കാൾ നല്ലൊരു പേര് വേറെ ഇല്ല. ഹരി എന്ന ശബ്ദത്തിനർത്ഥം എല്ലാം ഹരിച്ചു കഴിഞ്ഞാൽ ഹരിക്കാൻ പറ്റാത്ത എന്തൊന്നുണ്ടോ അത് ഹരി. ഹരിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മൾ 10 എന്നുള്ളൊരു സംഖ്യ, അതിൽ നിന്ന് 1 ഹരിച്ചു, 9, വീണ്ടും 1 ഹരിച്ചു, വീണ്ടും 1 ഹരിച്ചു, ഇങ്ങനെ ഹരിച്ച് അവസാനം 1 എത്തി, അതും ഹരിച്ചു. ബാക്കി എന്ത്? 0. അതിനെ ഹരിക്കാൻ പറ്റുമോ? ഇതേപോലെ നമ്മളിലൊക്കെ പലതും ഹരിച്ചു കളയാൻ പറ്റും. എന്താ ഹരിച്ചു കളയുക എന്ന് പറഞ്ഞാൽ? നിങ്ങളുടെ ശരീരബോധം എടുത്തു മാറ്റിയാൽ, എല്ലാം എടുത്തു മാറ്റിക്കഴിഞ്ഞാലും സ്വബോധം ഒരിക്കലും ഹരിച്ചു കളയാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ ബോധമുള്ളത് കൊണ്ടാണ് ബാക്കിയുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ സാധിക്കുന്നത്. ഒരു ബേസിക് ബോധത്തിലിരുന്നു കൊണ്ടാണ് ബാക്കി. ഇപ്പം നിങ്ങൾ പറയുന്നു എനിക്ക് ദുഃഖമുണ്ട്, പറയുന്ന ഒരാൾ ദുഃഖമുണ്ട് എന്നത് അയാളുടെ അനുഭവമാണ്. ആണോ? ദുഃഖത്തെ ഒരുപക്ഷെ അയാൾക്ക് മാറ്റി നിർത്താൻ സാധിക്കും. പക്ഷെ ഞാനെന്നൊരു അനുഭവത്തെ മാറ്റി നിർത്താൻ പറ്റുമോ? ക്ലിയറായില്ല? ക്ലിയറായോ നിങ്ങൾക്ക്? ഞാൻ ദുഃഖിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് സന്തോഷിക്കാൻ എന്തെങ്കിലും ഒരു കാരണമായിരിക്കാം. ആ സന്തോഷിക്കാൻ പറ്റുന്ന കാരണത്തെ എടുത്തു നീക്കിയാലും ഞാൻ എന്ന ഭാവത്തെയൊക്കെ എടുത്ത് മാറ്റാൻ പറ്റുമോ? ഉണ്ടോ ഇല്ലയോ? അപ്പം ഞാൻ എന്നൊരു ബോധത്തിലാണ് ബാക്കിയെല്ലാം വന്നു പോകുന്നതെങ്കിൽ ബാക്കിയുള്ളതിനൊക്കെ ഹരിക്കാം. ആരെ ഹരിക്കാൻ പറ്റില്ല? ഞാൻ എന്നൊരു ബോധത്തെ. ഈ ഞാനെന്ന അനന്ത ബോധത്തെയാണ് ഹരി എന്ന് പറയുന്നത്. ഹരിക്കാൻ പറ്റാത്തവൻ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഹരിക്കാം. അതുകൊണ്ട് ഇതിലും നല്ലൊരു വാക്ക് വേറെ ഇല്ല ഇനി പറയാൻ. ഭഗവാനെ വിളിക്കാവുന്ന ഏറ്റവും നല്ലൊരു വാക്ക് ഏതാണ്? ഒരു പേര് ഹരി എന്നുള്ളതാണ്. ഹരിക്കാൻ പറ്റാത്തവൻ. അപ്പം അങ്ങനെ ശ്രദ്ധിക്കണേ പറയണത്. ഭഗവാന്റെ 4 കൈകളും കൈകളിലെ സാധനങ്ങളും എല്ലാം എന്താ ഞാൻ പറഞ്ഞത്? ഇതെല്ലാം പറയൂ. ഭാവനകളാണ്, കൽപ്പനകളാണ്, സങ്കല്പങ്ങളാണ്. ഇത് നല്ലവണ്ണം നമ്മളെ മനസ്സിലാക്കാതെ പോയതാണ് മറ്റ് മതങ്ങൾ നമ്മളെ പരിഹസിക്കാൻ കാരണമായത്. അപ്പം എന്തൊക്കെയാണ് ഭഗവാന്റെ കൈകളിലുള്ളത്? 4 കാര്യങ്ങൾ. ശംഖ്, ചക്രം, ഗദ, പങ്കജം. അങ്ങനെയാണല്ലോ നമ്മൾ പറയുക. ഒരു പറയുകയാണെങ്കിൽ ശംഖ്, ഗദ, പത്മം, ചക്രം. ഈ 4 ഉണ്ടല്ലോ, 4 തത്വങ്ങളെ കാണിക്കുന്നു. അതിൽ ശംഖ് എന്നത്, ശംഖിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ പേര് പാഞ്ചജന്യം എന്നാണ്. പേര് തന്നെ നോക്കൂ നിങ്ങൾ. പാഞ്ചജന്യം എന്ന് പറഞ്ഞാൽ അർത്ഥം പാഞ്ചജന്യം, 5 ശക്തികളിൽ നിന്നും ജന്യമായത്. അപ്പോൾ ഏതിനെക്കുറിച്ചാണ് പറയുന്നത്? പഞ്ചഭൂതാത്മക പ്രകൃതിയെക്കുറിച്ചാണ് പറയുന്നത്. ഇനി ശംഖിൽ നിന്ന് പുറത്തു വരുന്ന ശബ്ദമാണെങ്കിൽ പ്രണവ ശബ്ദമാണ്, ഓങ്കാര ശബ്ദമാണ്. ഈ ഓങ്കാര ശബ്ദം അതിനെ ഒന്ന് വിശകലനം ചെയ്താൽ, അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 3 അക്ഷര തന്മാത്രകൾ ആ, ഉ, മ. ആ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ എന്നാൽ ഒരു വികാസമാണ്. ഊ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നു, എന്ന് പറഞ്ഞാൽ സങ്കോചമാണ്, എന്ന് വെച്ചാൽ അത് കൂടിച്ചേരലാണ്. അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഇത് വികസിച്ചതാണ്. വികസിക്കുക എന്ന് പറഞ്ഞാൽ രൂപങ്ങളായി വികസിച്ചതാണ്.
രൂപങ്ങളായി നിലനിന്ന് ചുരുങ്ങി ചുരുങ്ങി അവസാനം അത് പഴയ അവസ്ഥയിൽ തന്നെ. മനസ്സിലായില്ല? ആ ഊ എന്ന് പറഞ്ഞാൽ ഇത് വികസിച്ചതാണ്, വികസിച്ച് നിൽക്കുന്നതാണ്. വീണ്ടും പഴയ അവസ്ഥയിലേക്ക്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് എന്ന് ഋഷി പറയുമ്പോൾ 5000 years അന്ന് പറഞ്ഞ കാര്യം ഇന്ന് മോഡേൺ സയൻസ് പഠിപ്പിക്കുന്ന എന്താ അറിയോ? ദ വേൾഡ് യൂണിവേഴ്സ് എക്സ്പാൻഡ് ആൻഡ് ഇറ്റ് എക്സിസ്റ്റ് ഫോർ എ വൈൽ ആൻഡ് ഇറ്റ് അഗെയിൻ ഗോസ് ബാക്ക് ഇറ്റ്സ് ഒറിജിനൽ നേച്ചർ. ഇന്നത്തെ സയൻസിൻ്റെ കണ്ടുപിടുത്തമാണ്. ഗാലക്സികൾ ഉണ്ടാകുന്നു, ഗാലക്സികൾ നിലനിൽക്കുന്നു, ഗാലക്സികൾ അപ്രത്യക്ഷമാകുന്നു. ഇന്നലത്തെ പേപ്പറിൽ നിങ്ങൾ വായിച്ചു എന്നറിയില്ല, ഏറെക്കുറെ 2000 കോടി ഗ്രഹങ്ങൾ ആകാശത്തിലുണ്ടെന്നാണ് പറയുന്നത്. ഈ കണ്ടുപിടിച്ചിരിക്കുന്നത് ഏറെക്കുറെ പറയാണ്. ഭൂമിയുടെ തന്നെ അത്രയും വലിപ്പമുള്ള കുറേ ഉണ്ട്, അത്രേ അതിനേക്കാളും വലിപ്പമുള്ളതൊക്കെ ഉണ്ട്. നമ്മൾ ഈ 9 എന്നൊക്കെയല്ലേ പറഞ്ഞു കേട്ടിട്ടുള്ളത്. 9ഉം 10ഉം അല്ല, ഓരോ ദിവസം കഴിയുമ്പോഴും പുതിയത് കണ്ടെത്തുന്നു. ചിലതൊന്നും പണ്ടുള്ളതൊന്നും അവിടെ ഇല്ല, അതെല്ലാം മറഞ്ഞു പോകുന്നു. നമ്മളിരിക്കുന്ന ഭൂമി തന്നെ ഒരു ദിവസം പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നതാണ്. എന്ന് പോകും നമുക്കറിയില്ല. പോകുന്നതിന് മുമ്പ് ഭാഗവതമൊക്കെ പഠിച്ചോളൂ. എന്തായാലും പോകും എന്നുള്ളത് ഉറപ്പാണ്. ആളുകളുടെ കയ്യിലിരിപ്പ് അത്ര തല്ലിപ്പൊളിയാണ്. കുത്തും കൊലയും വെട്ടും നാശമൊക്കെ കണ്ട ഭൂമിക്ക് തോന്നുന്നു എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്, പോവാമെന്ന്. അത് ഒരു വലിയ എന്താ പറയുക, ഒരു എനർജി ഫീൽഡിൽ നിന്നും പ്രകടമായി അതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്നുള്ളത്. ഈ തിരിച്ചു പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാനൊരു ബുദ്ധിമുട്ടുണ്ടോ? പഞ്ചഭൂതത്തിൽ നിന്നും വന്ന ശരീരം അതിലേക്ക് തിരിച്ചു പോകുന്നു. ഇതേപോലെ ഈ ശരീരം വന്ന് തിരിച്ച് പോകുന്നതാണ്. പക്ഷേ ഇതൊക്കെ ശരീരത്തിൻ്റെ മാത്രം കാര്യം. എന്നാൽ മനസ്സ് ഏതിലേക്ക് പോകണം? ഈ മനസ്സിൻ്റെ പ്രതീകമാണ്, ശ്രദ്ധിക്കണേ, 4 കൈകൾ മനസ്സിൻ്റെ 4 അവസ്ഥകളാണ്. ഞാൻ പറഞ്ഞു നിങ്ങളോട്, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഈ 4 എണ്ണത്തെയാണ് 4 ചതുർഭുജം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, അന്ധക്കരണം എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അന്ധക്കരണം എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ആ മനസ്സിൽ നിൽക്കുന്നു പഞ്ചഭൂതാത്മകമായ ശരീരം. അത് പഞ്ചഭൂതത്തിലേക്ക് തിരിച്ചു പോകുന്നു. എന്നാൽ ഈ മനസ്സോ, ആ മനസ്സെന്നത് വിശ്വം വിഷ്ണുർ വഷട്കാരോ ഭൂതഭവ്യ ഭവൽ പ്രഭോ ഭൂതഗദ്ഭൂതബദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന. ഈ മനസ്സെന്നത് വിഷ്ണുവിൻ്റെ അംശമാണ്. വിഷ്ണു എന്നുള്ളതിന് അർത്ഥം ഭൂതാത്മാ, പരമാത്മാ. വിഷ്ണു എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം വ്യാപ്നോതി ഇതി വിഷ്ണു എന്നാണ്. എല്ലാം ഏതൊന്നിൽ വ്യാപിച്ചിരിക്കുന്നോ, നിറഞ്ഞിരിക്കുന്നോ, എല്ലാം ഏതൊന്നിൽ നിലനിൽക്കുന്നുവോ അതിൻ്റെ പേരാണ് വിഷ്ണു എന്നുള്ളത്. അപ്പോൾ വിഷ്ണുവിൽ ഒരു മനസ്സ്, ആ മനസ്സിൽ ഒരു ശരീരം പഞ്ചഭൂതത്തിലേക്ക് പോകുന്നു. മനസ്സ് പരമാത്മാവിലേക്ക് വരേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ് നമ്മളുടെ എന്താ പറയുക, മുന്നിലൊരു വിഷ്ണുവിൻ്റെ രൂപം വെച്ച് അതിൽ ശംഖ് കയ്യിൽ വെച്ചിരിക്കണം. അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത്, പൊട്ടന്മാരായിട്ട് കരുതരുത്, ശംഖ് ദൈവീകമാണെന്നൊന്നും കരുതി അതിൻ്റെ പിന്നാലെ അതിൻ്റെ മുകളിൽ ചന്ദനവും തൊട്ട് ഭസ്മവും തൊട്ട് സമയം കളയരുത് നിങ്ങൾ. ശംഖ് എന്നത് സ്വന്തം ശരീരത്തിൻ്റെ പ്രതീകമായി കാണണം. അത് ജനിച്ച് നിലനിന്ന് മരിച്ചു പോകുന്നു. അതിനു മുമ്പ് തന്നെ ഈ മനസ്സിനെ ആരിലേക്ക് ഉയർത്തിക്കൊള്ളണം? പരമാത്മാവിലേക്ക് ഉയർത്തണം എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഭഗവാൻ ശംഖെടുത്ത് വെച്ചിരിക്കുന്നത് കയ്യിൽ. ആ ഒരു രൂപം പ്രതീകാത്മകമായി വെച്ചിരിക്കും. രണ്ടാമത്തതാണ് കയ്യിലിരിക്കുന്ന ഗദ. ഗദ ഒരു ആയുധമാണ്, ശത്രുവിനെ തോൽപ്പിക്കാനുള്ള ആയുധമാണ്. അപ്പം ശത്രുവിനെ നിയന്ത്രിക്കാനും ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ച് ആക്രമിക്കുവാനുള്ള ഒരു ആയുധമായിട്ടാണ് ഏത് വെച്ചിരിക്കുന്നത്? ഗദ. ഗദയുടെ പേര് കൗമോദകി എന്നാണ്. കൗമോദകി എന്ന് പറഞ്ഞാൽ, കൗമോദകം എന്ന് പറഞ്ഞാൽ അർത്ഥം സന്തോഷമുളവാക്കുന്നത്, ഐശ്വര്യമുണ്ടാക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതം ഐശ്വര്യമായി തീരാൻ ജീവിതം എങ്ങനെ നയിക്കണം? നാം തിരിച്ചറിയണം, 2 ശത്രുക്കളെ നാം തോൽപ്പിച്ചാലേ ജീവിതം ഐശ്വര്യമായി തീരുകയുള്ളൂ. ആരാണ് ഈ 2 ശത്രുക്കൾ? ഒരു വ്യക്തിയുടെ സകല പുരോഗതിയും തടസ്സപ്പെടുത്തുന്നത്
ഒന്നാമത്തത് ആലസ്യവും രണ്ടാമത്തത് അജ്ഞതയുമാണ്. ഇപ്പം നിങ്ങളൊക്കെ ഒരു ആലസ്യ ജീവിതത്തിൽ ജീവിച്ചാൽ മാനസികമായി ഉയർത്താൻ ഈ ജന്മമല്ല 10 ജന്മം കഴിഞ്ഞാലും സാധ്യമല്ല. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണനൊക്കെ പറയുന്നത് ബ്രാഹ്മീ മുഹൂർത്തവുത്തായ എന്ത് ചെയ്യണം? രാവിലെ നേരത്തെ എണീറ്റ് ധ്യാനം പരിശീലിക്കൂ. രണ്ടാമത്തെ ശത്രു ആരാണ്? അജ്ഞതയാണ്. അപ്പം 2 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒന്ന്, ജ്ഞാനം കൊണ്ട് അജ്ഞാനത്തെ കളയണം. 2, നിരന്തരമായി ധ്യാനം കൊണ്ട് അവിവേകത്തെ എടുത്ത് കളയണം, ആലസ്യത്തെ എടുത്ത് കളയണം. ഇത് നിരന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്യും തോറും തീർച്ചയായിട്ടും ഒരു മാനസിക പരിവർത്തനം നമ്മളിൽ സംഭവിക്കും. പലരും ഉണ്ടല്ലോ മാനസികമായി ഉയരാത്തതിൻ്റെ കാരണം ഈ 2 ശത്രുക്കളാണ്. ഒന്ന്, അവർക്ക് എല്ലാം അറിയാമെന്നുള്ളൊരു വിചാരം. 2, തോന്നിയ ജീവിതം. നോക്കൂ, നിങ്ങൾ ഒരു ഡിസിപ്ലിൻഡ് ജീവിതമാവണ്ടേ ജീവിതം. കൃഷ്ണൻ അതാണ് പറയുന്നത്. എല്ലാവരും പറയണോ മനസ്സിന് സ്വസ്ഥതയില്ല, മനസ്സ് അസ്വസ്ഥമാണ്, ഉറക്കം വരുന്നില്ല, ചഞ്ചലമാണ്, മനസ്സ് വേണ്ടാത്തത് ചിന്തിക്കുന്നു. ഈ ചോദ്യം അർജുനൻ ചോദിച്ചാണ്. നോക്കൂ നിങ്ങൾ, നല്ലൊരു ചോദ്യമാണത്. ഗീതയിൽ 6-ാം അധ്യായത്തിൽ 34-ാം ശ്ലോകം എടുത്ത് പഠിക്കൂ. നിങ്ങൾക്കൊക്കെ ഉറക്കം കിട്ടുന്ന സമയം ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സ് വേണ്ടാത്ത ചിന്തിക്കില്ലേ? ഇല്ല, മനസ്സ് ചിന്തിക്കില്ല. നാമം ജപിക്കുമ്പോഴാണ് മനസ്സ് വേണ്ടാത്തതൊക്കെ ചിന്തിക്കുന്നത്. അർജുനൻ ഈ ചോദ്യം ചോദിക്കുകയാണ്. ചഞ്ചലം കിമന കൃഷ്ണ പ്രമാദീ ഫലഭദ്രിടം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. ചഞ്ചലം മനസ്സ് ചഞ്ചലമാണ്. ചഞ്ചലം എന്ന് പറഞ്ഞാൽ നാം ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചാലും ആരും സമ്മതിക്കില്ല. മനസ്സിപ്പം നിങ്ങൾ ഉറങ്ങണം എന്ന് വിചാരിച്ചാലും നിങ്ങളെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോവില്ല. ആര്? മനസ്സ് വേണ്ടാത്തതിരുന്ന് ചിന്തിക്കും, വേണ്ടാത്ത സ്വപ്നങ്ങൾ കൊണ്ടുവരും. ഇതൊക്കെ എങ്ങനെ ഇല്ലാതെയാക്കാൻ പറ്റും ഈ ചഞ്ചലത? അതിന് ഭഗവാൻ ഉത്തരം പറയുന്നത് അസംശയം മഹാബാഹോ മനോദുർനിഗ്രഹം ചലം അഭ്യാസേന കൗന്തേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. 2 കാര്യങ്ങൾ ചെയ്യൂ അർജുന. ഭഗവാൻ പറയുന്നത് അഭ്യാസേന കൗന്തേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. ശ്രദ്ധിക്കൂ വാക്കേ. അഭ്യാസം എന്നുള്ളതിന് അർത്ഥം നിരന്തരമായ അറിവോടുകൂടിയ ധ്യാനം എന്നർത്ഥം. ധ്യാനം ചെയ്യുന്നവർക്ക് വൈരാഗ്യവും കിട്ടും. വൈരാഗ്യം എന്ന് പറഞ്ഞ അർത്ഥം പണ്ട് കോടതിയിൽ ചോദിച്ചതുപോലെയല്ല വൈരാഗ്യം. ഇപ്പം നിങ്ങൾ പ്രതിയെ വൈരാഗ്യം കൊണ്ടാണോ കുത്തിയത്? അല്ല സാർ, വടി കൊണ്ടാണ്. ഇവിടെ വൈരാഗ്യം എന്നുള്ളതിന് ഒരാളെ ഇടിക്കുന്നതും കുത്തുന്നതുമായിട്ടുള്ള സ്വഭാവത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇവിടെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, മനസ്സിനെ അസ്വസ്ഥ ചിന്തകളിൽ നിന്നും വേർപ്പെടുത്തി കൊണ്ടുവരാനുള്ള കഴിവിൻ്റെ പേരാണ് വൈരാഗ്യം. ഇത് ഉള്ളിൽ നടക്കേണ്ട കാര്യമാണ്. ഇപ്പം 2 കാര്യങ്ങളെ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഒന്ന്, ദിവസവും ധ്യാനം ചെയ്യണം. വെറുതെ ധ്യാനിച്ചാൽ പോരാ, കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ധ്യാനിക്കണം. അങ്ങനെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും മനസ്സിനെ എന്ത് ചെയ്യണം? മാറ്റിയെടുക്കാൻ പറ്റണം. ഇത് 2 നിങ്ങൾ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് ചഞ്ചലതയെ ക്രമേണ കുറയ്ക്കാൻ സാധിക്കും. അപ്പം അതിന് നമ്മൾ 2 ശത്രുക്കൾ വീട്ടിലുണ്ട് എന്നർത്ഥം. ഒന്ന് അമ്മായിയമ്മയും അമ്മായിയപ്പനും അല്ല 2 ശത്രുക്കൾ. ഒന്ന് ആലസ്യവും, 2 അജ്ഞത. ആലസ്യത്തെ നിങ്ങൾ നേരത്തെ എണീറ്റ് ധ്യാനത്തിലൂടെ തോൽപ്പിക്കണം. അജ്ഞതയെ നിങ്ങൾ നിരന്തരമായൊരു സത്സംഗത്തിലൂടെ തോൽപ്പിക്കണം. ഇങ്ങനെ പരിശീലിച്ചു നോക്കൂ നിങ്ങൾ. അങ്ങനെ ജീവിതം കൗമോദകി സുന്ദരമായി തീരും. ഇങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ ഈ മനസ്സിനെ ഇനിയും ഉയർത്താൻ അടുത്ത വഴിയാണ് പറയുന്നത്. ഭഗവാന്റെ കയ്യിലെ 3-ാമത്തെ സാധനമാണ് താമരപ്പൂ, അല്ലേ? പങ്കജം. താമരപ്പൂ മനസ്സിൻ്റെ പ്രതീകമാണ്. ആ താമരപ്പൂവിനെ ആരിലേക്ക് അർപ്പിക്കണം? ഭഗവാനിലേക്ക് അർപ്പിക്കണം. ശ്രദ്ധിക്കുകയെ പറയുന്നത് താമരപ്പൂവിൻ്റെ ഒരു പ്രത്യേകത, അത് ജനിക്കുന്നതും വളരുന്നതൊക്കെ ചളിയിലും വെള്ളത്തിലുമാണ്. പക്ഷെ അത് സൂര്യനെ നോക്കിക്കൊണ്ടായിരിക്കും വിടരുന്നത്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ, നമ്മുടെ മനസ്സിനെ എപ്പോഴും ഉയർത്തേണ്ടത്, മനസ്സെപ്പോഴും തിരിച്ചുവിടേണ്ടത്. നിങ്ങളുടെ മനസ്സ് ഒരു ഭാഗത്തിരിക്കുന്നത് ബന്ധങ്ങളിലൊക്കെയാണ്.
പക്ഷെ അതിനെ നിങ്ങൾ വിടർത്തേണ്ടത് സൂര്യതുല്യം തേജസ്സാണ് ആരെ നോക്കിക്കൊണ്ട് വേണം? ഭഗവാനിലേക്ക് തിരിച്ചു കൊണ്ടുവേണം. എപ്രകാരമാണോ താമരപ്പൂ ചളിയിൽ ജീവിച്ച് അല്ലെങ്കിൽ വെള്ളത്തിൽ ജനിക്കുന്നത്, അതുപോലെയാണ് നമ്മുടെ മനസ്സിൻ്റെ ഒരു വശം കുടുംബവും മറ്റുമൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കണം. അത് മാത്രമാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ നിങ്ങൾ വികസിക്കുകയല്ല ചെയ്യുക, ക്രമേണ ക്രമേണ ചുരുങ്ങിപ്പോവും നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ സൂര്യനെ നോക്കിക്കൊണ്ട് വിടരുന്ന താമര പോലെ നമ്മൾ ദിവസവും ധ്യാനത്തിലൂടെ നമ്മുടെ മനസ്സിനെ വിടർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ, മനസ്സിലാകണം നിങ്ങൾക്ക്, ഈ മനസ്സ് ക്രമേണ ക്രമേണ ആരിലേക്ക് എത്തിക്കൊള്ളും? ഭഗവാൻ. കൃഷ്ണൻ 18-ാം അധ്യായത്തിൽ 55-ാം ശ്ലോകത്തിൽ പ്രോമിസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, പ്രതിജ്ഞ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇത് നിങ്ങൾ ചെയ്താൽ ഭഗവാന്റെ പ്രതിജ്ഞ നിങ്ങൾക്ക് അനുഭവപ്പെടും. ഭഗവാൻ പറയുന്നു, മാം നമസ്കുരു, എന്നെ നമസ്കരിക്കൂ. മാമേ വൈശ്വസ സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ, നിങ്ങൾ എന്നിൽ ചേർന്നിരിക്കും എന്ന കാര്യത്തിൽ സംശയിക്കേണ്ട, ഞാൻ സത്യം ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സ് ആരിലേക്ക് എത്തിച്ചേരും? ഭഗവാനിലേക്ക് എത്തിച്ചേരും എന്ന കാര്യത്തിൽ ഞാനിതാ സത്യം ചെയ്യുന്നു. അപ്പം നോക്കൂ, അത്ര ഉറപ്പിച്ച് പറയുന്ന കാര്യമാണ് ഭഗവാൻ. അപ്പം നമ്മൾ ദിവസവും കുറച്ച് നേരം ഇരുന്ന് ധ്യാനമൊക്കെ ചെയ്യുമ്പോൾ ഈ മനസ്സാകുന്ന താമര ആരുടെ കയ്യിലേക്ക് വരും? ഭഗവാന്റെ. അടുത്തതാണ് ചക്രം, സുദർശന ചക്രം. 4-മത്തത് സുദർശനം എന്നാണ് അതിൻ്റെ പേര്. സുദർശനം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠ ദർശനം എന്നർത്ഥം. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, 2 ദർശനങ്ങൾ നമുക്ക് വേണം. ഒന്ന് സ്ഥൂല ദർശനവും 2 സൂക്ഷ്മ ദർശനവും. ഇപ്പം എന്താണ് ഈ സ്ഥൂല ദർശനം? ശരീരം നിങ്ങളെ നമ്മൾ കാണുന്നു. രണ്ടാമത്തെ നമ്മൾ ആരെ കാണണം? ഒരു നിരീക്ഷിക്കുന്ന ഒരു മനസ്സിനെ കൂടി നമ്മൾ കാണണം. ഒരു മനസ്സിനെ കൂടി കാണാനുള്ള ദർശനത്തിൻ്റെ പേരാണ് സുദർശനം. എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ദർശനം. അപ്പോൾ നമ്മളെ തന്നെ ഒന്ന് സൂക്ഷ്മമായി ദർശിക്കുമ്പോൾ ശരീരം പഞ്ചഭൂതത്തിലേക്കുള്ള യാത്രയിലാണ്, മനസ്സ് ആരിലേക്ക്? പരമാത്മാവിലേക്കുള്ള യാത്രയാണ്. എല്ലാ മനസ്സുകളും ഇരിക്കുന്നതും ഒരേ ഒരു പരമാത്മാവിലാണ്. പിന്നെ എന്താ ഇവിടെ ദുഃഖിക്കാനും വറി ചെയ്യാനും ഉള്ളതെന്നാണ് ചോദിക്കുക. ശരിയല്ലത്? ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിതം കൊണ്ടു നടന്നാൽ അവർ വിഷ്ണുവിലെത്തിക്കഴിഞ്ഞു. വിഷ്ണു എന്നുള്ള ശബ്ദത്തിനർത്ഥം വിഷ്ണു, വ്യാപ്നോതി ഇതി വിഷ്ണു എന്നാണ്. എല്ലാവരും ഏതൊരു തത്വത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ ആ തത്വത്തിനെയാണ് വിഷ്ണു എന്ന പേര് പറഞ്ഞിരിക്കുക. അപ്പോൾ വിഷ്ണു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ശംഖുചക്ര കഥാപത്മൊക്കെ പിടിച്ചിട്ടൊരു മനുഷ്യനാണ് എന്നുള്ളത്. അങ്ങനെയൊന്നും നമ്മുടെ ഋഷിമാർ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഒരു ഭാവന വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എഴുതി വെക്കണേ നിങ്ങൾ. ഭാരതീയർ നമ്മൾ വിഗ്രഹ ആരാധകരല്ല, വിഗ്രഹാരാധകരല്ല. നമ്മൾ വിഗ്രഹത്തിലൂടെ സത്യം അനുഭവിക്കുന്നവരാണ്. ഇത് മനസ്സിലാക്കൂ നിങ്ങൾ. ഇതാണ് മറ്റു മതങ്ങൾ തെറ്റിദ്ധരിച്ചത്. വിഗ്രഹാരാധകരല്ല നമ്മൾ. ഒരു വിഗ്രഹത്തിലൂടെ പറയൂ, ഒരു വിഗ്രഹത്തിലൂടെ സത്യം അനുഭവിക്കേണ്ടവരാണ്. അപ്പം നിങ്ങൾ വിഗ്രഹത്തെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ വിഡ്ഢികളാണ്, നിങ്ങൾ ഭക്തന്മാരല്ല. നിങ്ങൾ വിഗ്രഹത്തെ കാണുന്ന നിമിഷം തന്നെ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ഉറപ്പിക്കുകയാണ്, ഈ വിഗ്രഹത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയാണ്, ആ സത്യം തന്നെയാണ് എന്നെ നിലനിർത്തുന്ന സത്യം എന്ന് മനസ്സിലാക്കി അതിലേക്ക് മനസ്സർപ്പിച്ച് നിങ്ങളത് അനുഭവിക്കുന്നുവെങ്കിൽ ആ അത് വിഗ്രഹ ആരാധനയല്ല, വിഗ്രഹത്തിലൂടെ സത്യം അനുഭവിക്കുന്ന സംസ്കാരമാണ്. അതാണ് ഭാരതത്തിലെ ഋഷിമാർ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ മാറ്റി വിഗ്രഹത്തിലൂടെ സത്യം അനുഭവിക്കേണ്ട നാം എന്തായി മാറി? വെറും വിഗ്രഹാരാധകരായി കല്ലിനെ ദൈവമാക്കാൻ നിങ്ങൾ ശ്രമിച്ചു. അതിൻ്റെ കുഴപ്പങ്ങളാണ് നമ്മുടെ സംസ്കാരം തകർന്നു പോയത്. അതുകൊണ്ടാണ് ടിപ്പു സുൽത്താനൊക്കെ കല്ലുകളെ തല്ലിത്തകർത്തത്. എത്ര വിഗ്രഹങ്ങളെ തല്ലിത്തകർത്തു? ഏതെങ്കിലും ദൈവം അവരെ രക്ഷപ്പെടുത്തിയോ? ശിക്ഷിച്ചോ? ഉണ്ടോ ഇല്ലയോ? ഒരു വിഗ്രഹം, ഒരു കല്ലും ആരെയും ശിക്ഷിക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ ഭക്തി നിങ്ങൾ മാറ്റിയെടുക്കണം. ഇനിയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണം, വിഗ്രഹ ആരാധനയല്ല വേണ്ടത്,
പറയൂ. വിഗ്രഹത്തിലൂടെ സത്യം അറിഞ്ഞനുഭവിക്കുന്നവരായിത്തീരുക. ഇതല്ലേ യഥാർത്ഥ സംസ്കാരം? ആണോ അല്ലയോ? അല്ലെങ്കിൽ അത് കൽപ്പനയാണ്, നിങ്ങൾക്ക് ബോധ്യം വരില്ല. വിഗ്രഹം ഒരു കൽപ്പനയാണ്. ഇതൊരു വലിയൊരു മാറ്റത്തിൻ്റെ ഒരു 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 ആരംഭമായിരിക്കണം. നിങ്ങളിതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അവരെ ഒന്നും തെറ്റിദ്ധരിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അല്ലെങ്കിൽ നിങ്ങളെന്താ കല്ലിനെ പൂജിക്കുന്നത്, നിങ്ങളെന്താ കല്ലിനെ ദൈവമാക്കി വെക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് ഉത്തരമില്ല. നിങ്ങളുടെ അയ്യപ്പൻ എന്തേ അവരോട് എന്തെങ്കിലും ചെയ്തുവോ? കൃഷ്ണൻ വല്ലതും ചെയ്യുമോ? ഗുരുവായൂർ അമ്പലത്തിൽ ആന ഇടറി ഓടിക്കഴിഞ്ഞാൽ ഒരു കൃഷ്ണനും ഓടി വരുന്നത് നമ്മൾ കാണുന്നില്ല. ആളുകൾ ജീവനും കൊണ്ട് ഓടുന്നതാണ് കാണുന്നത്. ആണോ അല്ലയോ? എന്തേ നിങ്ങൾ കൃഷ്ണൻ രക്ഷിക്കും കൃഷ്ണൻ രക്ഷിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നൂടെ അമ്പലത്തിൽ? ആരാ നിൽക്കുന്നത്? ഒരാൾ ഞാൻ നിൽക്കുന്നത് കണ്ടില്ല. കാരണം ആന ഒന്ന് ഇടഞ്ഞു എന്ന് കേട്ടാൽ തന്നെ, എന്നാൽ പിന്നെ എന്തിനാ നിങ്ങൾ ഫൂളിഷ്നെസ് പറയുന്നത്? കൃഷ്ണൻ രക്ഷിക്കുന്ന രണ്ടും കൂടെ എങ്ങനെ യോജിക്കും? കൃഷ്ണൻ രക്ഷിക്കുന്നുണ്ടെങ്കിൽ കൃഷ്ണനെ വിട്ടുകൊടുക്കും. നിങ്ങൾക്കറിയാം, ഒരു കൃഷ്ണനും അവിടെ നിന്ന് വരാൻ പോകുന്നില്ല. നിങ്ങൾ തന്നെ വേണം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? എങ്ങനെ ഒരു അന്ധമായ ഭക്തി നമ്മളൊക്കെ കൊണ്ടുവന്ന് ഒരു സമൂഹത്തെ വഴിതെറ്റിച്ച് കളഞ്ഞു. കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഈ വിഡ്ഢിത്തം പറഞ്ഞു കൊടുത്തു. അമ്പലത്തിൽ പോയി ഇനി കുട്ടികളോട് പറയരുത്, നമ്മൾ വിഗ്രഹത്തെ ആരാധിക്കുന്നവരാണ് എന്ന് പറയരുത്. ദൈവം എന്ന് പറയരുത്. ഇതിലൂടെ ദൈവത്തെ നിന്നിലുണ്ടെന്ന് നീ മനസ്സിലാക്കൂ. അതാണ് തത്വമസി. ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കണം. അതിനാണ് ഇതൊക്കെ ഋഷീശ്വരന്മാർ പറഞ്ഞതൊക്കെ അമ്പലങ്ങളിലൊക്കെ എഴുതി വെക്കേണ്ടത്. ഏതായാലും അതൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്കിവിടെ നിർത്താം.